നീരജ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തനിക്കെതിരെ വന്നിട്ടുള്ള കേസും അതുപോലെ തന്നെ കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ആൾക്കാരെ വിസയുടെ പേരിൽ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ഇടുന്നു. അതൊന്നും അല്ല സത്യം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ തൻ്റെ ഫ്രണ്ടും UK ഫ്രണ്ടും അതുപോലെ തന്നെ ഇവിടുത്തുള്ള കമ്പനി നടത്തിയ ഒരു ഇടപാടാണ്, അതാണ് പ്രശ്നമായിട്ട് മാറിയത്. അതിൻ്റെ ആദ്യ സമയത്ത് ഞാൻ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായതിന് ശേഷം ഞാൻ അതിൽ നിന്നും പിന്മാറി എന്നുള്ളൊരു കാര്യം. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു കോൺടാക്റ്റിലാണ് ഈ ഒരു വിസയുടെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പ്രശ്നം വന്ന സമയത്ത് ഞാനാണ് എല്ലാവരെയും പറ്റിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനങ്ങനെ ആരെയും പറ്റിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയുടെ കയ്യിലുള്ള തെളിവും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നീരജ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഈ ഒരു കമൻറ്റ് ബോക്സിൽ, ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിൽ ബാധിക്കപ്പെട്ട കുറേയധികം പേരുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. നീരജ നീ അങ്ങനെയൊക്കെ പറയുന്ന കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് നീയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നീരജയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നീരജ വീഡിയോ ഡിലീറ്റ് ചെയ്തതെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്സ്പ്ലനേഷൻ വന്ന സമയത്ത് ആ ഒരു വീഡിയോയുടെ കമൻസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു കമൻറ്റ് ഞാൻ കാണാൻ ഇടയായി. ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് എനിക്ക് പുള്ളിക്കാരി പറയുന്നത് ഫുള്ള് ഫേക്കാണ്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും തെളിവും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞൊരു പുള്ളി കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വെച്ചത്. ഇതിനകത്ത് പറയാനുള്ള കാരണം, ആ ഒരു വ്യക്തി കാണുവാണെങ്കിൽ പറയാൻ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ചെയ്താൽ പോലും ചിലപ്പം നിങ്ങളുടെ ഇത് സത്യസന്ധമാണെങ്കിൽ പോലും അത് എത്തുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. നമ്മുടെ ചാനലിൽ റീച്ചായിട്ട് വരുന്നതേ ഉള്ളൂ. ഇതേ സമയത്ത് വലിയ കുറേയധികം ചാനൽസ് ഉണ്ട്. ഇപ്പം മൂപ്പൻസ് വ്ലോഗ് അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് അതുപോലത്തുള്ള വലിയ വിവി ഹിയർ, ഇങ്ങനത്തെ അതുൽ വ്ലോഗ്, ഇങ്ങനെ കുറേയധികം വ്ലോഗ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്ത് റിയാക്ഷൻ ചെയ്യുന്ന വലിയ ചാനൽസ് ഉണ്ട്. അവരിലേക്ക് നിങ്ങൾ ചെന്ന് മെസ്സേജ് അയച്ച് ഇതേക്കുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോഴേ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തത്തുള്ളൂ. ഞാൻ ചെയ്താൽ ചിലപ്പം അത് എത്തുന്നത് വളരെ കുറവായിട്ടായിരിക്കും എത്തുന്നത്, ചിലപ്പോൾ കുറച്ചേ എത്തത്തോളമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു തെളിവും കാര്യങ്ങളുണ്ടെങ്കിൽ പുള്ളിക്കാരെയൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്തായാലും അവരിലേക്ക് എത്തുന്നതാണ് ബെനിഫിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്.